അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 34-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. കാന നസീമുൻ ദാരിസൻ ഫിസ്സഫി സാബിഅ സാഫറ യൗമൻ മഅ അബീഹി ഇലാ ആബദ് റഅൽ അഷ്ജാറു വൽ ഹയവാനാത്ത് ഫഅസ്ബഹ നസീം مسرورا كان الجو معتدلا فجأة نزل المطر وليست عنده مظلة فصار الجو باردا فرأى كوخا سعيرا وظل الكوخ ملجأ لهما وأمسى نسيم تعبا رجعا إلى البيت وبات نسيم فرحا. ഈ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൻ്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം. കാന നസീം ദാരിസൻ, നസീം ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഫിസ്സഫി സാബിഅ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാഫറ അവൻ യാത്ര ചെയ്തു. യൗമൻ ഒരു ദിവസം. മഅ അബീഹി അവൻ്റെ ഉപ്പയുടെ കൂടെ. ഇലാ ആബ കാട്ടിലേക്ക്. റഅൽ അഷ്ജാറു വൽ ഹയവാനാത്ത് മരങ്ങളും മൃഗങ്ങളെയും ഒക്കെ അവൻ കണ്ടു. അസ്ബഹ നസീം മസ്റൂറൻ അങ്ങനെ നസീം മസ്റൂറായി തീർന്നു, സന്തോഷവാനായി തീർന്നു. കാനൽ ജവ്വു മുഅ്തദിലൻ, ജവ്വ് അന്തരീക്ഷം, മുഅ്തദിലൻ നല്ല സുഖപ്രദമായതായിരുന്നു. അതായത് ചൂടോ തണുപ്പോ ഇല്ലാത്ത സുഖകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഫജ്അതൻ പെട്ടെന്ന്. നസലൽ മത്തറു മഴ പെയ്തു. വലൈസത്ത് ഇൻദഹു മിളല്ല അവൻ്റെ അടുത്ത് മിളല്ല ഉണ്ടായിരുന്നില്ല. മിളല്ല കുട. ഫസാറൽ ജവ്വു ബാരിദൻ അങ്ങനെ അന്തരീക്ഷം തണുപ്പുള്ളതായി തീർന്നു. വറഅ കൂഹൻ സഈറൻ അപ്പോഴാണ് അവരെന്ത് കണ്ടത്? കൂഹൻ ഒരു കുടില്, സഈറൻ ഒരു ചെറിയൊരു കുടിൽ അവർ കണ്ടു. വളല്ലൽ കൂഹു മൽജഅൻ ലഹുമ അങ്ങനെ ആ കൂഹ് അവർക്ക് ഒരു ഷെൽട്ടറായി തീർന്നു, ഒരു അഭയകേന്ദ്രമായി തീർന്നു. വ അംസ നസീം തഇബൻ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ നസീം ക്ഷീണിതനായി. റജഅ ഇലൽ ബൈത്തി അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. വബാത നസീം ഫരിഹൻ അങ്ങനെ നസീം രാത്രി വളരെ സന്തോഷവാനായി. അപ്പോൾ നമുക്കിവിടെ ചില വാക്കുകൾ ചുവന്ന നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ചുവന്ന നിറത്ത് കൊടുത്തിരിക്കുന്നത്? കാന, അസ്ബഹ, സാറ, വല്ല, അംസ, ബാത്ത. ഇത്രയും വാക്കുകളാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വാക്കുകളെ കാനയുടെ സഹോദരിമാർ എന്നാണ് പറയുക. കാനയുടെ സഹോദരിമാർ. ഇവയുടെ അർത്ഥം വരുന്നത് കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. അസ്ബഹ രാവിലെ ആയിരുന്നു എന്നാണ്, രാവിലെ. അംസ വൈകുന്നേരമായി തീർന്നു. വല്ല പകൽ മുഴുവനായി തീർന്നു. സാറ എന്ന് പറഞ്ഞാൽ പിന്നീട് ആയി തീർന്നു, അപ്പോഴായിരുന്നില്ല, പിന്നീട് ആയിത്തീർന്നു. ലൈസ ഉണ്ടായിരുന്നില്ല, അല്ല. ബാത്ത രാത്രി ആയിത്തീർന്നു. പായി എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങളാണ്. ബിക്കം, ബിക്കെയിം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് അറബിയിൽ ഓരോ വാക്കും ഓരോ സമയത്താണ് ഉപയോഗിക്കുന്നത്. ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിൻ്റെ മുൻപിൽ വന്നാൽ, അതായത് രണ്ട് ഇസ്മുകൾ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തേത് നോക്കാം. കാനയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നസീമുൻ ദാരിസുൻ ഫിസ്സഫി സാബിഅ എന്നാണ്. നസീമുൻ ദാരിസുൻ ഫിസ്സഫി സാബിഅ എന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ കാന ചേർന്നപ്പോൾ നസീമുൻ അങ്ങനെ തന്നെ വന്നു. പക്ഷെ ദാരിസുൻ എന്നുള്ളത് ദാരിസൻ എന്നായി തീർന്നു. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്.
ഇവിടെ അസ്ബഹ വന്നപ്പോൾ നസീമുൻ മസ്റൂറുൻ എന്നാണ് സാധാരണ സെന്റൻസ് വരിക. പക്ഷെ അതിന്റെ മുമ്പിൽ അസ്ബഹ വന്നപ്പോൾ നസീമുൻ ദാരിസൻ. ഇവിടെ അൽ ജവ്വു മുഅ്തദിലുൻ എന്നാണ് സാധാരണ സെന്റൻസ് വരിക. ഇവിടെ അതിന്റെ മുമ്പിൽ കാന വന്നപ്പോൾ അൽ ജവ്വു ബാരിദൻ എന്നായി തീർന്നു. അപ്പോൾ രണ്ട് ഇസ്മുകൾ ചേർന്നുകൊണ്ട്, രണ്ടോ അതിലധികമോ ഇസ്മുകൾ ചേർന്നുകൊണ്ട് വരുന്ന സെന്റൻസിൽ ആദ്യത്തെ ഇസ്മിനെ മുബ്തദ എന്നും രണ്ടാമത്തെ ഇസ്മിനെ ഖബർ എന്നുമാണ് പറയുക. മുബ്തദവും ഖബറും വരുമ്പോൾ രണ്ടിൻ്റെയും അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ് വേണ്ടത്. എന്നാൽ കാനയോ അതിൻ്റെ സഹോദരിമാരോ മുൻപിൽ വന്നാൽ മുബ്തദ ഖബർ എന്നതിൽ നിന്ന് ഒന്നാമത്തെ വാക്കിൻ്റെ മുബ്തദ എന്ന പേര് മാറി കാനയുടെ ഇസ്മ എന്ന പേരായി മാറും. ഖബർ കാനയുടെ ഖബർ എന്നായിട്ടും മാറും. ഇതിൽ കാനയുടെ ഇസ്മിന് ലമ്മ് തന്നെയാണ്, നേരത്തെ മുബ്തദന് വന്ന പോലെ ലമ്മ് തന്നെയാണ് വരിക. എന്നാൽ കാനയുടെ ഖബറാകുമ്പോൾ, ഖബർ സാധാരണ ഖബർ കാനയുടെ ഖബറായി മാറുമ്പോൾ അതിന് ഫതഹാണ് ഉപയോഗിക്കുക. നമുക്കെല്ലാത്തിലും നോക്കാം. കാനയുടെ തൊട്ട് ഉടനെ വരുന്നത് കാനയുടെ ഇസ്മാണ്. കാനയുടെ ഇസ്മിന് ലമ്മാണ്. അതിന് ശേഷം വരുന്നത് കാനയുടെ ഖബറാണ്. അതിന് ബാരിദൻ. ഇവിടെ സാറയാണ്, സാറയുടെ എന്ന് വേണം നമ്മൾ പറയാൻ. വല്ല ഇവിടെ വന്നിരിക്കും. അപ്പോൾ വല്ലയുടെ ഇസ്മ കൂഹാണ്. അപ്പോൾ കൂഹിന് ലമ്മ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഖബർ മുൽജഅൻ എന്നുള്ളതാണ്. മൽജഅൻ എന്നുള്ളതാണ്. അതിന് ഫതഹ വന്നതാണ്. ഹംസ നസീമുൻ തഅബ. ഹംസയുടെ ഇസ്മ നസീമാണ്. അപ്പം നസീമിന് ലമ്മ് വന്നിട്ടുണ്ട്. ഖബർ തഅബ എന്നാണ്. അതിന് ഫതഹ വന്നിട്ടുണ്ട്. ബാത്ത നസീം ഫരിഹൻ. ബാത്തയുടെ ഇസ്മ നസീമാണ്. ലമ്മ് വന്നിട്ടുണ്ട്. ഫരിഹൻ ഖബറാണ്. അതിന് ഫതഹ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കാനയോ സാറയോ അസ്ബഹയോ ചേർത്തുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കാനാണ്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. കാനയുടെ തൊട്ടുടനെ നമ്മൾ ഏത് പദമാണോ ചേർക്കുന്നത് അത് കാനയുടെ ഇസ്മാണ്. അതിന് ലമ്മ് വേണം. അപ്പോൾ ഇവിടെ കാന നമ്മൾ എടുക്കുന്നു. ഏതെങ്കിലും ഒരു വാക്ക് നമുക്ക് എടുക്കാം. കാനൽ മാലു. ലമ്മ് തന്നെ എടുക്കണം. കാനൽ മാലു. കബീർ, അതിൻ്റെ നേരെയുള്ള വാക്ക് തന്നെ എടുക്കാം. കബീറുൻ. പക്ഷെ കാനയുടെ ഖബറായതുകൊണ്ട് കബീറൻ എന്നായി ചേർക്കണം. ചില ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം.